ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ആരുടെ എനർജിയാണ് കണക്റ്റ് ആവുന്നത് എന്ന് നോക്കാം. യൂണിവേഴ്സ് എന്താണ് നമ്മളോട് ഈ ടാരോ കാർഡുകളിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്ന് നോക്കാം. Two of Swords, Ten of Wands, Page of Swords, Two of Wands, Four of Wands, Five of Pentacles, the Hanged Man, Three of Wands, Nine of Pentacles, Eight of Cups. വളരെയധികം കൺഫ്യൂഷൻ നിറഞ്ഞ ഒരാളുടെ എനർജിയുള്ള കണക്റ്റ് ആയിരിക്കുന്നത്. ഇതൊരു പക്ഷേ നിങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആയിരിക്കാം. അങ്ങനെ ഒരു എനർജിയാണ് കണക്റ്റ് ആയിരിക്കുന്നത്. ടു ഓഫ് സോഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇവർക്ക് ഏതോ കാര്യങ്ങൾ തുല്യ പ്രാധാന്യത്തോടെ അവരുടെ മനസ്സിലേക്ക് ഒരു രണ്ട് വഴികൾ തിരഞ്ഞെടുക്കേണ്ടതായ ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അവർക്ക് എന്താണ് എന്ന് അവർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. അവർ പലപ്പോഴും അവരിലേക്ക് ആ ഒരു കണ്ണുകെട്ടി കണ്ടുകൊണ്ട് എന്താണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള ഒരവസ്ഥയിൽ വന്നിരിക്കുകയാണ്. ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇവർക്ക് എന്താണ് തടസ്സം എന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, 10 of Wands ആണ് ഇവർക്ക് തടസ്സമായിട്ടുള്ളത്. ഇവർക്ക് ഒരുപാട് ചുമതലകളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. എല്ലാം എങ്ങനെയോ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു ഇതാണ് അവർക്കൊരു കൃത്യമായ ഒരു ചിട്ടയോടെ അടുക്കും ചിട്ടയോടെ എല്ലാ കാര്യങ്ങളെ സമീപിക്കുന്നത്. എല്ലാം അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് ഇവർക്ക് തടസ്സമായി നിൽക്കുന്നത്, ഇവരെ വളർച്ചയിൽ തടസ്സമായി നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷേ ഇവരുടെ ചുറ്റുപാടുമുള്ളവർ ഇവരെ കാണുന്നത് ഒരുപാട് നല്ല പാഷനോടെ മുന്നോട്ട് പോകും. എല്ലാ കാര്യങ്ങളും നല്ല ചുറുചുറുക്കോടെ ചെയ്തു തീർക്കുന്ന, എല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ടാണ് മറ്റുള്ളവർ ഇവരെ കാണിക്കുന്നത്. എന്ത് കാര്യത്തിനും എടുത്തു ചാടി ചെയ്യും. അതിന് ഒരു മടിയില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് ചുറ്റുമുള്ളവർ കാണുന്നത്. എന്നാൽ ഇവരുടെ ഉള്ളിൽ ഇവർ പറയുന്നത് ഇവർക്ക് ഇപ്പോഴും ആ കൺഫ്യൂഷൻ കാണുന്നുണ്ട്. ഇതിൽ ടൂവിൻ്റെ ഒരു എനർജി ആയിട്ടില്ലേ, കൺഫ്യൂഷനുണ്ട്. ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് ഇപ്പോഴും ഇവർക്ക് തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു കൺഫ്യൂഷൻ എപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്. ആ ഒരു തീരുമാനം, അവർക്ക് എടുക്കുന്ന തീരുമാനം ശരിയാവുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം. അവർ തീരുമാനം എടുക്കാൻ വൈകുന്നു. അങ്ങനെ ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത്. അവർക്ക് ഏത് വഴി തിരഞ്ഞെടുക്കാം അവർക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു ശരിയായ ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെ ജീവിതത്തിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കരിയറിൻ്റെ ഇതിലായിരിക്കാം, ചിലപ്പോൾ 2 ജോലികൾ ചെയ്യുന്ന ഒരാളായിരിക്കാം. അവർക്ക് ഏത് വഴി പോകണം എന്നൊരു കൺഫ്യൂഷൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് ഇപ്പോഴും അവരുടെ ശങ്കയായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലായിരിക്കാം എന്തെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഇവർക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യണം, ഇവരുടെ കാര്യങ്ങൾ നടപ്പിലാവണം, ഇവരാഗ്രഹിക്കുന്നത് നടക്കാൻ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യണം. അവർക്ക് അതിനൊരു സക്സസ് കിട്ടും എന്നുള്ളത് തന്നെയാണ് അവരുടെ അവരുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ വിജയങ്ങൾ തന്നെയാണ്. പക്ഷേ അവരെ കാര്യമായുള്ളൊരു വിജയം അവരുടെ ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് ഈ വ്യക്തി. ഇവരെ പാസ്റ്റിൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വിഷമിച്ച് വലഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോന്നിരിക്കുന്നത്. അവർക്കൊരുപാട് ധനനഷ്ടം. ചിലപ്പോൾ ഈ ഒരു ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ആൾക്ക് 2 വഴി തിരഞ്ഞെടുക്കണം, ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. അവർ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വന്നിരിക്കാം. അവരുടെ ബന്ധങ്ങളിലും ഫാമിലിയിലും എന്തെങ്കിലും നഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ അവർക്ക്
പ്രശ്നങ്ങളോ ഉണ്ടായിട്ടിരിക്കാം. അങ്ങനെ ഒരു വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അല്ല, ഇത് വന്നിരിക്കുന്നത് പോസിറ്റീവ് എനർജി. ഇപ്പോൾ പക്ഷെ അവരെ കാര്യങ്ങളെ വേറൊരു രീതിയിലേക്ക്, വേറൊരു തരത്തിൽ കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അവർ വിചാരിക്കുന്നത് ഇപ്പം മുന്നോട്ട് പോകുന്ന ഒരു രീതി അത് ശരിയല്ല, ഇനി ഞാൻ മാറി ചിന്തിക്കേണ്ടതായ ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരുപാട് മൂല്യങ്ങളും ഇതൊക്കെ കൊണ്ടു നടന്നിരുന്ന ഒരാളായിരിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊന്നും മാറി നിൽക്കാം എന്നുള്ളൊരു ചിന്തയിൽ വേറൊരു രീതിയിൽ ഞാൻ കാര്യങ്ങളെ കാണണം, അല്ലാതെ എൻ്റെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് ആൾ മാറിയിരിക്കുന്നു. ഫ്യൂച്ചറിലാണെങ്കിലും ആ വ്യക്തിക്ക് ലക്ഷ്യം കാണുന്നുണ്ടെങ്കിൽ പോലും ആള് അതിന് ഇറങ്ങി തിരിക്കുന്നില്ല. അങ്ങനെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. പക്ഷേ ആള് ലക്ഷ്യം കണ്ടെത്തും. അവർക്ക് പോവാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ലക്ഷ്യം കാണും. അവർക്ക് രൂപരേഖ ഉണ്ടാവും. അവർ അതുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ലോങ് ടൈമിൽ ഈ ആൾക്ക് വളരെയധികം സമ്പൽ സമൃദ്ധിയും അബണ്ടൻസും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ്. അവരാഗ്രഹിക്കുന്ന പോലെ, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവരാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്തെങ്കിലും ഇവർ ഒറ്റയ്ക്കായി പോകും എന്നുള്ളൊരു സൂചന കൂടി കിട്ടുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ അവരൊരു പക്ഷേ ഒറ്റയ്ക്കായി പോകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഇവരെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്ത് കാര്യങ്ങളിൽ നിന്ന് അവർ വിട്ടുപോകുന്ന, വേദനയോടെ വിട്ടുപോകുന്ന ഒരവസ്ഥയാണ് ഇവരുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ള ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. 8 ഓഫ് കപ്സ്. എന്ത് ബന്ധങ്ങളിലായാലും അവർ വേദനയോടെ, വിഷമത്തോടെ അത് ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ഇതാണ്. കുറച്ചൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ഇതാണ്. നമുക്കൊരു കാർഡ് കൂടി നോക്കി നോക്കാം, എന്താ അവരുടെ ഒരു ഇതായിട്ട്. മൂൺ എന്നുള്ളൊരു കാർഡ് തന്നെയാണ് ഇവർക്ക് ഭയം, ആശങ്കയും ഇതൊക്കെയുള്ള ഒരു ഇതിലൂടെ കടന്നു പോകുന്നത്. ഈ 9 ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ളൊരു കാർഡ് മാത്രമാണ് അവർക്കൊരു ശുഭസൂചകമായിട്ട് ഇത് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഓർക്ക് കാർഡ് കൂടി നോക്കാം, എന്താണ് ഇവർക്ക് ഇങ്ങനെ ഒരു റീഡിങ്. യെസ് എന്നുള്ളൊരു കാർഡാണല്ലോ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ അവർക്ക് ഒരു യെസ് എന്ന് കേൾക്കാൻ ഇടയാവും. ചിലപ്പോൾ ലക്ക് ഈസ് ഓൺ യുവർ സൈഡ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നല്ലതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ വിഷമങ്ങളൊക്കെ താൽക്കാലികമായിരിക്കും, അതൊക്കെ മാറി. ഇപ്പോൾ ഫ്യൂച്ചർ കാർഡ് കാണിച്ചില്ല, അവർക്ക് എന്തെങ്കിലുമൊക്കെ അബണ്ടൻസ് വരാൻ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.